ദൈവം എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവരുടെ ഏറ്റവും ചെറിയ പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടല്ലേ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അതാണോ ഏറ്റവും ചെറിയ പ്രാർത്ഥന? അല്ല വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ അതാണോ ചെറിയ പ്രാർത്ഥന? മറ്റേതായിരിക്കും ഏറ്റവും ചെറിയ പ്രാർത്ഥന? ഉത്തരമുണ്ടാവില്ലല്ലേ? എന്നാൽ ഉത്തരമുണ്ട്. അതാണ് ആമേൻ. ആമേൻ ആണ് സഭയിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥന. ദൈവത്തിന്റെ സ്നേഹനിർഭരമായ വിളിക്കായി കാതോർത്തിരിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ പ്രത്യുത്തരമാണ് ആമേൻ. ദൈവത്തോടുള്ള അനുസരണവും വിധേയത്വവുമാണ് ആമേൻ. വിധേയത്വവും അനുസരണവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38 വാക്യത്തിലേക്കാണ്. മാതാവിനെയാണ് അവിടെ കാണുന്നത്. ഗബ്രിയേൽ മാലാഖയാണ് സമീപത്ത് കാണുന്നത്. മാതാവ് പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഏലിയുടെ അടുത്ത് സാമുവേൽ ചെന്ന് പറഞ്ഞപ്പോൾ ഏലി സാമുവേലോട് പറയുന്നൊരു വാക്കുണ്ട്, ഇതാ ഞാൻ എന്ന് പറയാൻ കർത്താവിനോട്. അതെ, ഇവിടെ മാതാവ് പറയുന്നത് ഒരു മഹത്തായ ആമീൻ തന്നെയാണ്, ഒരു ഗ്രേറ്റ് ആമേനാണ്. പക്ഷെ ആമീൻ എന്നുള്ള വാക്കല്ല അതിൽ വരുന്നത്. ബൈബിളിന്റെ അരമായിക്ക് ഗ്രീക്ക് ഹിബ്രു മൂലത്തിൽ 150 പ്രാവശ്യം ആമീൻ എന്ന പദം വരുന്നു. കിങ് ജെയിംസിന്റെ തർജ്ജമയിൽ 78 പ്രാവശ്യം വരുന്നു ആമീൻ. നമ്മുടെ നിയമാവർത്തന നെഹമ്യാവൂരും ഒക്കെ വരുന്നു. പുതിയ നിയമത്തിൽ വരുന്നു. യോഹന്നാന്റെ വെളിപാടിൽ വരുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വരുന്നു ആമീൻ. ഈശോ പറയുന്നു ആമീൻ ആമീൻ എന്ന്. അതിലേക്ക് വരികയാണ്. ഇന്ന് നാം പറയുന്നത് ആമീനെ പറ്റിയാണ്, ആമീൻ എന്ന പ്രാർത്ഥനയെ പറ്റിയാണ്. ആമീൻ എങ്ങനെ വന്നു എന്നാണ്, ആമീന്റെ അർത്ഥങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ആമീൻ എന്ന പദത്തെ പറ്റി ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു രാവിലെ. അപ്പോൾ ഒരു മനോഹരമായ ഒരു ആത്മീയ ചിന്ത എന്നിൽ ഉടലെടുക്കുകയാണ്. ദൈവിക സാന്നിധ്യത്തിൽ അതെന്നോട് പറയുകയാണ്. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. അതെന്നിൽ പരിശുദ്ധാത്മാവ് നിറച്ചതോർത്തപ്പോൾ ബൈബിളിൽ ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശത്തിന് മറുപടിയായി പരിശുദ്ധ കന്യകാമറിയം ആമേൻ എന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവൾ പറഞ്ഞ വാക്കുകൾ അതേ അർത്ഥമുള്ള വാക്കാണ്. ഫിയറ്റ് എന്നുള്ളത് ഞാൻ ഇതിനെപ്പറ്റി പറയാം. ലൂക്കായുടെ സുവിശേഷം 1:38 പരിശുദ്ധ മാതാവ് പറഞ്ഞില്ലേ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതിന് നമ്മൾ ലത്തീൻ ഭാഷയിൽ എന്താണ് പറയുന്നത് നോക്കാം. എച്ച് എൻസിലെ ഡോമിനി ഫിയറ്റ് മിഹി സെക്കൻഡും വെർബും ടൂം. ഉച്ചാരണം കറക്റ്റ് ആണോന്നില്ല. ഇവിടെ ഫിയറ്റ് ഫിയറ്റ് എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ സംഭവിക്കട്ടെ, അതെ ദൈവഹിതം നിറവേറട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആത്മീയമായി ചിന്തിക്കുമ്പോൾ മറിയത്തിന്റെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ എന്ന മറുപടി ഒരു ജീവിതം കൊണ്ടുള്ള ആമീൻ ആയിരുന്നു എന്നതറിയുക. ഈ വാക്ക് മാത്രം പറഞ്ഞില്ലെന്ന് മാത്രമേയുള്ളൂ ആമീൻ എന്നത്. ദൈവഹിതത്തോട് പൂർണ്ണമായി സമ്മതിക്കുകയാണ്. മറിയത്തിന്റെ ഫിയറ്റ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ആമീൻ ആണ് എന്നറിയുക. അത് ബൈബിളിലെ നേരിട്ടുള്ള ഒരു ഉദ്ധരണിയല്ല, മറിച്ച് മാതാവിന്റെ അനുസരണത്തിന്റെ ദൈവശാസ്ത്രപരമായ
വ്യാഖ്യാനം തന്നെയാണ്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ സമന്വയിപ്പിക്കുന്ന ഒരു പദമാണ് ആമേൻ. നമ്മൾ ഇന്ന് സഭയിലും പ്രാർത്ഥനകളിലും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഇതാണ് ആമേൻ എന്ന പദം. നാം ഇന്ന് ആമേൻ എന്ന പ്രാർത്ഥനയിലൂടെയാണ് പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമീൻ എന്ന പേര് കേൾക്കുമ്പോൾ ചിലരിലെങ്കിലും ഒരു മലയാളം സിനിമയുടെ പേരതിൽ വരും. ആ സിനിമയുടെ എസൻസ് എടുത്താൽ ഈ പദത്തിന്റെ അർത്ഥമാണെന്ന് കൂടി പറയാനാവും. പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കരുതി പള്ളിയിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ആമീൻ എന്ന് കേൾക്കാറുണ്ട്. നമ്മുടെ കുളത്തിലെ ആമയാണെന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആമയോടൊന്ന് ഭയങ്കര ആദരവായിരുന്നു, ബഹുമാനമായിരുന്നു. കാരണം നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നിറയുന്നത് ആമയല്ലേ. ആ ആമയെ അതുകൊണ്ട് ഒരു ദൈവികമായ ഒരു ഛായ ഞാൻ നൽകിയിരുന്നു, പ്രതീകം ഞാൻ നൽകിയിരുന്നു. കുഞ്ഞുകുട്ടിയായിരുന്നപ്പോഴാണ് കേട്ടോ. പിന്നീട് തമിഴരൊക്കെ സംസാരിക്കുന്നത് കേട്ടു, ആമ ആമാന്ന്. അപ്പൊ ഞാൻ കരുതി ഈ മലയാളത്തിലാണ് പ്രാർത്ഥനകളൊക്കെ, എന്തിനാണ് ഈ ആമ എന്ന പദത്തിന് മാത്രം നമ്മൾ തമിഴാക്കുന്നു? അങ്ങനെ കുറച്ചു കാലം പോയി. കാലം കഴിഞ്ഞപ്പോഴാണ് എന്നെ കൊണ്ട് പിന്നെയും ചിന്തിച്ചു തുടങ്ങിയത്, അർത്ഥങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞയിടെ ഒരച്ഛൻ പള്ളിയിലെ പ്രസംഗത്തിനിടയിൽ ജനങ്ങളോട് ചോദിക്കുന്നു, ആമേൻ എന്ന പദത്തിന്റെ അർത്ഥം. പലരും ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നു. എന്താണ് പറയേണ്ടതെന്നറിയില്ല. അവർ കുഞ്ഞുനാളുകളിലൂടെ പറഞ്ഞു തുടങ്ങിയതാണ് ആമേൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ ആമേൻ, ആമേന്റെ അർത്ഥങ്ങളിലേക്ക്. ഏറ്റവും ആഴമേറിയ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ആമേൻ എന്നറിയാം. നാം കുരിശ് വരയ്ക്കുമ്പോൾ, ചെറിയ കുരിശടയാളം വരയ്ക്കുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ വാക്കിലൂടെ നാം വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. സഭയിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന പദത്തിന്റെ ചരിത്രത്തിലേക്ക്, അർത്ഥത്തിലേക്ക്, ആമേനിലേക്ക് നമുക്ക് പോകാം. സഭയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പദമുണ്ടെങ്കിൽ അത് ആമേൻ ആണ്. വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലും കൂദാശകളിലും സങ്കീർത്തനങ്ങളിലും വ്യക്തിപരമായ പ്രാർത്ഥനയുടെ അവസാനത്തിലും നാം ആമേൻ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആമേൻ, അതായത് 1962 65 ഇടയിലായിരുന്നല്ലോ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് ലത്തിൻ മാസമായിരുന്നു നമുക്കെല്ലാം, അല്ലേ? പ്രാദേശിക ഭാഷയിലുള്ള മാസ് അതിനുശേഷമാണ്. ഇപ്പൊ ലത്തിൻ ഭാഷയിലായിരുന്നപ്പോൾ പലർക്കും തന്നെ, ഭൂരിഭാഗം പേർക്കും ഒന്നും അറിയില്ല എന്താണ് ഏതാണെന്നുള്ളത്. അപ്പൊ ചിലര് ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആമേൻ പറയും. കാര്യം എന്താണ്? അപ്രകാരമായിരിക്കട്ടെ എന്ന രീതിയിലാണ്. അപ്പോൾ ആമേൻ എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വരികയാണ്. അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ആമേൻ എന്നത് ഹിബ്രു ഭാഷയിലെ ആമേൻ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഇത് യഹൂദ മതത്തിലുമുണ്ട്. യഹൂദ മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിൽ നിന്നൊക്കെ എസൻസ് എടുത്തുകൊണ്ട് വന്ന ഇസ്ലാം മതത്തിലും ഉണ്ട് ആമേൻ. MN എന്ന മൂലപദത്തിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത്. MN എന്നത് അത് എൽഫമെൻ, അത് ALEPHMEMNUN അതിൽ നിന്നാണ് വന്ന, അതായിരുന്നു മൂലപദം. ഞാനിത് ഈ വീഡിയോയുടെ താഴെ ഞാനത് നോട്ട് ചെയ്യാം. ഇതിന് എന്നാണ് രൂപപ്പെട്ടത്? ഈ മൂലപദത്തിന്റെ അടിസ്ഥാന അർത്ഥം ഫേം എന്നാണ്. കൺഫേം എന്ന രീതിയിൽ ഉറച്ചത് എന്നാണ് ഇതിന്റെ അർത്ഥം. മറ്റത് സ്റ്റേബിൾ, സ്ഥിരമായത്. മറ്റത് ട്രസ്റ്റ് വർത്തി, വിശ്വസനീയം. ട്രൂ, സത്യം. ഫെയ്ത്ത്ഫുൾനെസ്,
വിശ്വസ്തത. ഇതേ മൂലപദത്തിൽ യമൻ എന്ന മൂലപദത്തിൽ തന്നെയാണ് യമുന എന്ന ഹിബ്രു വാക്കും ഉണ്ടായത്. അതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്, വിശ്വാസം, വിശ്വസ്തത എന്ന് തന്നെയാണ്. ആമേൻ എന്നാൽ എന്താണെന്നർത്ഥം? ആ അച്ഛൻ ചോദിച്ച പോലെ ആരും ഉത്തരം പറഞ്ഞില്ല. അച്ഛനും വ്യക്തമായി ഉത്തരം കുട്ടികളോട് പറഞ്ഞു കൊടുത്തുമില്ല. ആമേൻ എന്നതിന് ഒരു വാക്കിൽ മലയാള വിവർത്തനം നൽകാൻ പ്രയാസമാണ്. ആ അച്ഛൻ ഒരു വാക്കിലാണ് പറഞ്ഞത്. സന്ദർഭം അനുസരിച്ചാണ് അതിന് വ്യത്യാസം വരുന്നത്. ഈശോ ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ അവിടെ സത്യമായി എന്നാ പറയുക. അപ്പൊ ഇവിടെ അർത്ഥങ്ങൾ പറയുകയാണ്, അങ്ങനെ തന്നെയാകട്ടെ, ഇത് സത്യമാണ്, ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു, ഇത് ഉറപ്പാണ്. അതിനാൽ തന്നെ ആമേൻ എന്നത് വെറും പ്രാർത്ഥനയുടെ അവസാന വാക്കല്ല. വചനത്തോടും പ്രാർത്ഥനയോടും നമ്മുടെ സമ്മതവും വിശ്വാസവും പ്രകടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ആമേൻ. ഈ ബൈബിളിലെ ആമേൻ നോക്കാം. പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും ജനങ്ങൾ ദൈവത്തിന്റെ നിയമം കേട്ട ശേഷം ആമേൻ എന്ന് ഉത്തരം പറയുന്നു. നിയമാവർത്തനം 27 ഓരോ അനുഗ്രഹത്തിനും ശാപത്തിനും ജനങ്ങൾ ആമേൻ എന്ന് മറുപടി പറയുന്നു. നെഹമ്യാവ് 8-6 എസ്ര ദൈവത്തെ സ്തുതിച്ചപ്പോൾ ജനങ്ങൾ കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പറഞ്ഞു. സങ്കീർത്തനങ്ങളിലൊക്കെ നാം കാണുന്നു, നിരവധി സങ്കീർത്തനങ്ങളിൽ ആമേൻ എന്ന വാക്കുകളോടെ അവസാനിക്കുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ യേശുക്രിസ്തു ഈ പദത്തിന് കൂടുതൽ വ്യാപ്തിയായ ആഴമായ അർത്ഥം നൽകി. സാധാരണ യഹൂദന്മാർ ഒരു പ്രാർത്ഥനയുടെ അവസാനത്തിലാണല്ലോ ആമേൻ പറയാറുള്ളത്. എന്നാൽ ഈശോ പലപ്പോഴും തൻ്റെ വാക്കുകളുടെ തുടക്കത്തിലാണ് ആമേൻ ഉപയോഗിച്ചത് എന്നറിയുക. ആമേൻ 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 ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പല തവണ പറയുന്നുണ്ട്. മലയാളത്തിൽ പല ബൈബിൾ വിവർത്തനങ്ങളും ഇതിനെ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് വിവർത്തനം ചെയ്യുന്നു. ആമേൻ ആമേൻ എന്നതിന് യേശു തന്റെ വചനത്തിന്റെ പരിപൂർണ സത്യതയും ദൈവീക അധികാരവും പ്രഖ്യാപിക്കുകയായിരുന്നു ആമേൻ ആമേൻ പറയുന്നത്. വിശുദ്ധ കുർബാനയിലെ മഹത്തായ ആമേൻ. വിശുദ്ധ കുർബാനയിൽ അവനിലൂടെ, അവനോടുകൂടെ, അവനിൽ തന്നെ എന്ന മഹത്വാരോപണത്തിന് ശേഷം വിശ്വാസികൾ ഒരുമിച്ച് പറയുന്ന ആമേൻ സഭയിൽ ഗ്രേറ്റ് ആമേൻ എന്നാണ് അറിയപ്പെടുന്നത്. മുഴുവൻ യുക്കാരിസ്റ്റിക് പ്രാർത്ഥനയോടുള്ള വിശ്വാസികളുടെ സമ്മത പ്രഖ്യാപനമാണ് ആമേൻ എന്ന് ആ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് പറയുന്ന ആ വചനത്തിന് ശേഷം പറയുന്ന ആമേൻ. നിങ്ങൾ ഇതൊക്കെ അറിയണം. വിശുദ്ധ കുർബാന എന്താണെന്ന് അറിയണമെങ്കിൽ കുറെ അറിയാനുണ്ട്. നാം കാണുന്ന, നാം അറിയുന്ന, നാം അവിടെ വിട്ടിട്ട് പോകുന്ന ഈശോയല്ല വിശുദ്ധ കുർബാന. നാം ചേർത്ത് നിർത്തുന്ന, നമ്മളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന, നാമായിത്തീരുന്ന യേശുവാണ് കുർബാന എന്നറിയണം. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. ഇനി ആമേനെ പറ്റി വിശുദ്ധ ജെറോമിന്റെ ഒരു സാക്ഷ്യമുണ്ട്. പിതാവായ വിശുദ്ധ ജെറോം എഴുതുന്നത്, റോമിലെ വിശ്വാസികൾ ആമേൻ ശക്തിയായി ഉച്ചരിച്ചിരുന്നെന്നാ പറയാ. അത് ഇടിമുഴക്കം പോലെ ആയിരുന്നു എന്ന് കൂടി വിശുദ്ധ ജെറോം എഴുതിയിരിക്കുന്നു. ഇനി അടുത്ത തവണ പരിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് ഈ ആമേൻ പറയുമ്പോൾ ഇതൊരു പതിവ് വാക്കായി പറയരുത്. ആ ആമേനെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയുന്ന ആമേനിന് ശക്തി വേണം. വെറും പതിവ് വാക്കായി പറയരുത്, അറിഞ്ഞ് പറയണം. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, ഇത് സത്യമാണ്, ഞാൻ ഈ പ്രാർത്ഥനയിൽ പൂർണ്ണ ഹൃദയത്തോടെ പങ്കുചേരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് പരിശുദ്ധ കുർബാന പ്രാദേശിക ഭാഷയിൽ അല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ പല സഭകളിലും തന്നെ പല പ്രാർത്ഥനകളും വാക്കുകളിലും ഉച്ചാരണങ്ങളിലും
അവിടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയും ഉണ്ട്, എല്ലാ പ്രാർത്ഥനകളിലും ഉണ്ട് ആമേൻ എന്നറിയുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം സാർവത്രികമാണ്, എല്ലാ സഭയിലും ഉള്ള ഒരു വാക്കാണ്, ഒരു പ്രാർത്ഥനയാണ് ആമേൻ എന്ന് പറയുന്നത്. ഈശോ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ആമേനും എല്ലാ സഭകളിലും ഉണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ദൈവവചനത്തിന് നൽകിയ മറുപടി പോലെ ഇന്ന് ദൈവമാതാവ് എനിക്ക് നൽകിയ ആ ഒരു ചിന്ത, ആ ആത്മീയ ചിന്ത, ആ ചേർത്ത് നിർത്തിയ ആ ചിന്ത, അതാണ് മനുഷ്യ ചരിത്രത്തിലെ ആ മഹത്തായ ആമേൻ. അപ്രകാരം സംഭവിക്കട്ടെ എന്നത് നമ്മൾക്കും ഒരുമിച്ച് പറയാം ആമേൻ എന്ന്. ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസപരമായ അറിവുകളിലൂടെ വീണ്ടും നമുക്ക് കാണാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.